ഹായ് ഒരുവൺ, എൻ്റെ പേര് ശ്യാം പ്രസാദ് എന്നാണ്. കൊല്ലം പെരുമ്പുഴ സ്വദേശിയാണ്. ഇക്കഴിഞ്ഞ ഫയർമാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നിലവിലൊരു അധ്യാപകൻ കൂടിയാണ്. ഈ അധ്യാപനത്തിൻ്റെ ഇടയിലും ഒരു ഫോഴ്സിലേക്ക് കയറുക, ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് കയറുക എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പഠിച്ചു. ഇപ്പോൾ നിലവിൽ അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അഡ്വൈസൊക്കെ കഴിഞ്ഞു, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നിലവിൽ എത്തിച്ചേർന്നതിലേക്കുള്ള ആ ഒരു യാത്ര വളരെ രസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകനാവുക എന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ അധ്യാപകനായ ഒരു വ്യക്തിയാണ് ഞാൻ. കുറച്ചും കൂടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു ഒരു അധ്യാപിക ആകുക എന്നുള്ളത്. അത് നടന്നില്ല. പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ലാത്തൊരു ഞാൻ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി അധ്യാപകനായതാണ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. PSC ഇറങ്ങി തിരിച്ചത് ഒരു ഇടവിട്ടുള്ള യാത്രയായിരുന്നു. കാരണം BEdലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി PSC പഠിച്ചുകൊണ്ടിരുന്നത് ഡ്രോപ്പ് ചെയ്തു. വീണ്ടും BEd കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും PSC ഇറങ്ങി. അത് വീണ്ടും ഡ്രോപ്പ് ചെയ്തു. MEd ജോയിൻ ചെയ്തു. അപ്പോഴത്തേക്ക് വീണ്ടും അത് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ കട്ട് ചെയ്യും, ഇറങ്ങും കയറും എന്ന രീതിയിൽ പോയിരുന്നതാണ്. അവസാനം MEd എല്ലാം കഴിഞ്ഞ് കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പഴയ ആഗ്രഹം ഇപ്പോഴും ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. ആ ഒരു ഫോഴ്സിലേക്ക് കയറുക, പ്രത്യേകിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്ക് കയറുക, ഒരു ഫയർമാനായിട്ട് മാറുക എന്നുള്ളത്. അങ്ങനെ അവസാനം നിലവിൽ ഇപ്പോൾ MA MEd അതേപോലെ തന്നെ ടീച്ചർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റുകളായിട്ടുള്ള KTET CTET നെറ്റ് എന്നിവയെല്ലാം കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ ഇതും പഠിച്ചെടുത്തു. ഫയർമാൻ എന്ന പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കതിന് വേണ്ടിയിട്ടുള്ള സമയം വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് കോളേജിൽ കമ്മീഷൻ്റെയൊക്കെ സമയമാകുമ്പോഴത്തേക്കും BEd ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് അറിയാം എന്തുമാത്രം മെനക്കേടുള്ളൊരു കാര്യമാണെന്ന്. അപ്പം അതിൻ്റെ ഇടയിലൂടെ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ചധികം പാടാണ്. പിള്ളേരുടെ വർക്കുകൾ, അതിൻ്റെ ഇടയ്ക്കൂടെ ട്യൂഷനുണ്ട്. ട്യൂഷനൊക്കെ എടുത്താണ് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം കോളേജിലെ വരുമാനവും ട്യൂഷനൊക്കെ ആയിട്ട് അന്നേരം ഇതിൻ്റെ ഇടയിലൂടെ സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉറക്കമാണ് കൂടുതലും കട്ട് ചെയ്ത് കളഞ്ഞത്. അതേപോലെ തന്നെ വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് നേരെ വന്നിരുന്ന് പഠിക്കുക. അതേ കണക്ക് പ്രതിഭണ്ണൻ്റെ അവിടെയായിരുന്നു. അങ്ങനെ അവിടുത്തെ ക്ലാസ്സുകളും കൃത്യമായിട്ട് എന്ത് പഠിക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ആ ഒരു സിലബസ് മാത്രം ഫോളോ ചെയ്തു. അതേപോലെ തന്നെ എൻട്രി ആപ്പ് ഒരുപാട് സഹായിച്ചായിരുന്നു. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രദീപ് സാർ നമുക്ക് റെക്കമെൻഡ് ചെയ്ത എൻട്രി ആപ്പായിരുന്നു. അങ്ങനെ സ്റ്റിൽ ഐ റിമെമ്പർ ഒരു 999 സംതിങ് എന്തോ ഒരു പാക്കേജ് വന്നിരുന്ന സമയത്ത് അന്ന് നമ്മുടെ അടുത്തെല്ലാം പറഞ്ഞത് കണക്ക് അത് വളരെ വേർത്താണ്, ഇപ്പോൾ എടുത്താൽ അത് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു വൺ ബാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെടുത്തിട്ട് അതിലൂടെ മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്ത് കയറി വന്ന ആളാണ്. പാറ്റേൺ മാറിയത് ഒരുപാട് മീൻസ് കഷ്ടപ്പാടുണ്ടാക്കിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാതായിപ്പോയി. നേരത്തെയൊക്കെ ഒറ്റ വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടുമായിരുന്നു. ഇപ്പോഴത്തേക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മറ്റൊരു പ്രശ്നം, ഈ ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, അന്നേരം കൊണ്ടുപോയി കറക്കി കുത്താനും പറ്റത്തില്ല, ചിലപ്പോൾ അത് തെറ്റായി പോവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടു. പക്ഷേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമാവുക, അതുമായിട്ട് അഡ്ജസ്റ്റായി മാറുക. സമയമില്ല എന്നുള്ളത് നമ്മുടെ മാത്രം എക്സ്ക്യൂസാണ്. PSC വന്ന സമയത്ത് തുടക്കം ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മാർക്ക് കിട്ടുന്നില്ല, കയറി വരാൻ പറ്റുന്നില്ല, അന്നേരം ഈ പറയുന്ന പോലെ നമ്മൾ ആ ഒരു കട്ട് ഓഫിലേക്ക് എത്തിച്ചേരുന്നില്ല, അതിൻ്റെ അടുത്ത് പോലും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചായിരുന്നു ഇട്ടിട്ട് പോയാലോ, ശരിയാവുന്നില്ല അങ്ങനെ. പക്ഷേ ഇടയ്ക്ക് അത് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും തിരിച്ചു വരും പഴയതിനേക്കാൾ കൂടുതൽ ഇതായിട്ട്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ മാത്രം കാര്യമാണ്. ഇപ്പം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ കയറി വന്നാൽ നമുക്ക് ഗുണം ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ഈ പറയുന്ന പോലെ ആ ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആഗ്രഹം നമ്മൾ അച്ചീവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ ഇന്ന് പ്രയത്നിക്കുക, ഇപ്പോഴേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു പ്രായത്തിൽ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ നാളെ ഇനി അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. PSC എക്സാം ഫോക്കസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ചിലപ്പം നമ്മുടെ ആഗ്രഹം ഇതേപോലെ തന്നെ ഒരു യൂണിഫോം പോസ്റ്റ് കയറുക എന്ന് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സർവീസിൽ കയറുക എന്നായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു പ്രൈവറ്റ് ജോലിയിലേക്കോ ഒക്കെ പോകേണ്ടി വരുമായിരിക്കും. അന്നേരം എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങൾക്ക് ഇപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളുള്ളിലുണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യുക. അന്നേരം നമുക്ക് അതിൻ്റെ സമയം കിട്ടാതിരിക്കാം, പക്ഷേ സമയം കണ്ടെത്തുക എന്നുള്ളത് അത് നമ്മുടെ ആവശ്യമാണ്. അപ്പം ഈ പ്രൈവറ്റ് ജോലിക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടി വരുന്ന ആൾക്കാർ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം കണ്ടിട്ട് ഉണ്ട് എങ്കിൽ ഇപ്പോഴും അത് സജീവമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് ആ ഒരു സമയം കണ്ടെത്താൻ പറ്റും. ഞാൻ കണ്ടെത്തിയായിരുന്നു. അപ്പോൾ അതേപോലെ നമുക്ക് സമയം കണ്ടെത്തുക, നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് ഈ ജോലിയിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ച രണ്ടാൾക്കാർ, ഓഫ് കോഴ്സ് ഒന്നാമത്തത് പ്രദീപ് സാർ തന്നെയാണ്. അപ്പം മോർ ദാൻ എ ടീച്ചർ, പുള്ളി നമ്മുടെ ബ്രദറാണ്.
അപ്പം പ്രദീപണ്ണനും അതേപോലെ തന്നെ എൻട്രി ആപ്പും തന്നെയാണ് നമ്മളെ ഈ ഒരു ജോലിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സഹായിച്ചത്. രണ്ട് രീതികളിലൂടെയാണെന്നേ ഉള്ളൂ. പ്രദീപണ്ണൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തന്നു എന്ത് പഠിക്കണം, എവിടെ നിന്ന് ചോദ്യം വരും, എന്ത് പഠിച്ചാൽ ജോലി കിട്ടും. ഓരോ പോർഷനിൽ നിന്ന് ഇപ്പോൾ മാത്സ് എടുക്കുവാണെങ്കിൽ ഇതിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ, അത് പഠിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇതാ ഇന്ന ടോപ്പിക്കുകൾ ഇത് പഠിക്കുക. ഹിസ്റ്ററിയിൽ നിന്നാണെങ്കിൽ ഇന്നത് പഠിക്കുക. അങ്ങനെ കൃത്യമായ ഒരു സിലബസ് നമുക്ക് തന്നു. അതിൽ നിന്ന് മാത്രം പഠിക്കുക. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം. ഹരിത വിപ്ലവമൊക്കെ എടുക്കാൻ നേരത്ത് ഇപ്പം നമുക്കറിയാം ഒരു ലോഡ് കാണും പലയിടത്തേ നോട്ട്. പക്ഷേ നമുക്ക് പ്രതിവണ്ണം കൃത്യമായിട്ട് പറയും ഒരു 5 പോയിന്റ് തരും ഹരിത വിപ്ലവത്തിൽ നിന്ന്. ആ 5 പോയിന്റ് മാത്രം പഠിക്കുക എന്ന രീതി. എന്നിട്ട് എപ്പോഴും പറയുന്ന സ്ഥിരം ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. നമ്മൾ എത്ര പഠിച്ചു എന്നതിനകത്തല്ല, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ എത്രമാത്രം എഴുതാൻ പറ്റുന്നു എന്നതിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എൻട്രി ആപ്പാണ്. എൻട്രി ആപ്പിൻ്റെ മോക്ക് ടെസ്റ്റുകളിലൂടെയാണ് ഈ പഠിച്ച കാര്യങ്ങൾ ഇത്രയും തറവാക്കാൻ പറ്റിയത്. കാരണം ഒരു തവണ നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് നമ്മളൊരു എക്സാം ഹാളിൽ ചെന്ന് കാണാൻ നേരത്ത് നമുക്കത് വളരെ നിസ്സാരമായിട്ട് തോന്നും. ഇത് ഓൾറെഡി ഞാൻ പഠിച്ചതാണ്, ഒരു തവണ ഞാനത് മോക്ക് ടെസ്റ്റ് ചെയ്തതാണ്, നിസ്സാരം എന്ന രീതിയിലേക്ക് മാറും. അപ്പം പാടുള്ള ഏതൊരു കാര്യവും നിസ്സാരമായി മാറുന്നത് ഇതുപോലെ തന്നെയാണ്. സമയമില്ല എന്ന രീതിയിൽ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റാതെ എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാരോട് സമയം കണ്ടെത്തേണ്ടത് നമ്മളാണ്. അന്നേരം ഈ പറയുന്ന പോലെ നമ്മൾക്ക് ആ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. ഇപ്പം എൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ എനിക്ക് രാവിലെ 7 മണിക്ക് ട്യൂഷനുണ്ട്. അന്നേരം ഞാൻ രാവിലെ ഒരു 6 മണിക്ക് എഴുന്നേറ്റാൽ മാത്രമേ എനിക്ക് ആ ഒരു 7 മണിയുടെ ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞ് നേരെ കോളേജിൽ പോകണം. അത് കഴിഞ്ഞിട്ട് വൈകിട്ടും ട്യൂഷനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ പഠിക്കുന്നത്. അന്നേരം സമയം വളരെ കുറവാണ്. അന്നേരം നമ്മൾ നമ്മുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ മാറ്റി വെക്കുക. അന്നേരം നമ്മുടെ അടുത്ത് പ്രതിവണ്ണം പറയാറുണ്ട് ഈ പറയുന്ന കണക്ക് എക്സാം സമയമാകുമ്പോൾ എല്ലാം മാറ്റി വെക്കുക. കല്യാണത്തിന് പോകണ്ട, ഒന്നിനും പോകണ്ട, അതെല്ലാം നമുക്ക് കിട്ടുന്ന സമയമാണ്. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കുക. നാളെ ഒരു ജോലി വാങ്ങിച്ചിട്ട് പോവുക. ഈ പറയുന്ന പോലെ മറ്റൊരു കാര്യം, ഈ സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ രസമാണ്. ഇപ്പം നമ്മൾ സാറിന് ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അന്നേരം ഫോൺ യൂസ് ചെയ്യാൻ നേരത്ത് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ തന്നെ ഒരുപാട് പേജസ് ഉണ്ട്. ഇപ്പം PSC ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കൂടുതൽ പേജസും കൂടുതൽ വരും. അത് ഫോളോ ചെയ്തിട്ടേക്കുക. എന്നിട്ട് അത് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിൽ ലൈക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ന്യൂസ് ഫീഡ്സ് ആയിട്ട് വരുന്നത് മൊത്തം ആ പോസ്റ്റുകൾ തന്നെ ആയിരിക്കും. എൻ്റെ ടെലിഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാം ഈ പറയുന്ന പോലെയുള്ള PSC ചാനൽസാണ്. ബാക്ക് ടു സ്കൂള്, ഫസ്റ്റ് ബെല്ല്, അത് കണക്കുള്ള വൊക്കാബ്സ് പീഡിയ, ഇത് കണക്കുള്ള ചാനൽസിൻ്റെ എല്ലാം കിടപ്പുണ്ട്. അന്നേരം എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇത് കണക്ക് ഉള്ള മെറ്റീരിയൽ. അന്നേരം ജസ്റ്റ് ചുമ്മാ എടുക്കുമ്പോഴും നമ്മൾ കേട്ട് പോകുമായിരിക്കും. നമ്മൾ ചിലപ്പോൾ അത് പഠിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ആ ഒരു പേര് കേട്ടങ്ങ് പോകും. ഒരു 2 or 3 ആവർത്തി ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറും. അപ്പം നമുക്ക് എവിടൊക്കെയാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണോ അവിടെയൊക്കെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ PSC ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലോ, അല്ലെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്തോ ആയിക്കോട്ടെ. സോ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹങ്ങൾക്ക് പുറകിൽ പോവുക. നേരത്തെ പറഞ്ഞ പോലെ സമയം കണ്ടെത്താൻ പാടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഈ പറയുന്ന കണക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ കട്ട് ഷോട്ട് ചെയ്യുക. എന്നിട്ട് അതുവഴി നമുക്ക് സമയം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇതിനുവേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും ആശംസ തരുന്നു. എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ. ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അധ്യാപികയാകുക എന്ന എൻ്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് അധ്യാപകനാകാൻ പോയ വ്യക്തിയായിരുന്നു ഞാൻ. ഈ ഡിഗ്രിയും PGയും അത് കഴിഞ്ഞ് B.Edും M.Edും എല്ലാം കഴിഞ്ഞ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളെല്ലാം ക്വാളിഫൈ ചെയ്തതിന് ശേഷം അധ്യാപകനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിൽ ആ ഒരു പഴയ ആഗ്രഹം ഇപ്പോഴും ഉണ്ടായിരുന്നു. ഒരു യൂണിഫോം പോസ്റ്റിലേക്ക് പോവുക, പ്രത്യേകിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്ക് പോവുക, ഒരു ഫയർമാൻ ആവുക. ചിന്തിക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. കാരണം അത് +2 യോഗ്യത മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അങ്ങനെ ആ ഒരു അളവ് പോലിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഫയർമാൻ ആവുക എന്ന ആഗ്രഹത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ ഇന്ന് എത്തിച്ചേരാൻ പറ്റി. ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ അഡ്വൈസ് കഴിഞ്ഞു, പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു, അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ നിന്ന് 2 പേര്, ഒന്ന് പ്രദീപണ്ണനും രണ്ടാമത്തെ എൻട്രി ആപ്പുമാണ്. എന്നെ എൻ്റെ ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചവർ 2 പേരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.